Hi everyone, welcome back to the world of English. ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഇംഗ്ലീഷ് പഠനം? എനിക്കറിയാം നിങ്ങളൊക്കെ ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ ആ പാഷൻ ഡെഫിനറ്റായിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ ഒരാൾ, നിങ്ങളുടെ സുഹൃത്താവാം, നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളാവാം. 2 ഒരു നോട്ട്ബുക്ക്, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് എഴുതിയെടുക്കുക. 3 നമ്മുടെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. അതായത് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്ന മിക്കവാറും എല്ലാ ആളുകളും തന്നെ മിസ്റ്റേക്ക് വരുത്തുന്ന അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടേം. അപ്പോൾ ഇത് വൊക്കാബുലറിയാണ്. ഇന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന വൊക്കാബുലറിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയാമോ? അതായത് ഒരേപോലെയുള്ള വാക്കുകൾ, ചിലപ്പോൾ സ്പെല്ലിംഗ് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ഉച്ചാരണമാവാം, കാണുമ്പോൾ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നുണ്ട്, എന്നാൽ അത് തരുന്ന അർത്ഥം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ നമുക്കിന്ന് പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കോൺവെർസേഷനിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ പാഠത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, നമ്മൾ കുറച്ച് വാക്കുകളാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനത് പല സെറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെറ്റിലേക്ക് പോകാം. ഒന്നാമത്തെ സെറ്റിൽ നമുക്ക് 3 വാക്കുകളാണുള്ളത്. ഓക്കെ, സോ ഒന്നാമത്തെ വാക്ക് there, THERE. രണ്ടാമത്തെ വാക്ക് THEIR, there. മൂന്നാമത്തെ വാക്ക് they are, THE, പിന്നെ ഒരു അപ്പസ്ട്രോഫി ഉണ്ട്, RE ഉണ്ട്, കണ്ടോ? അപ്പം there and they are 3 വാക്കുകൾ നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ 3 വാക്കുകളുടെയും അർത്ഥങ്ങളിലേക്ക് നമ്മൾ ഇനി പോവാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വാക്കെടുക്കാം, there. there എന്ന് വെച്ചാൽ എന്താണ്? അവിടെ. സിമ്പിളാണ് കേട്ടോ, നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് അവിടെ. എന്നാൽ കൺഫ്യൂഷൻ വരുന്നത് മറ്റുള്ള വാക്കുകളുമായിട്ട് ഇത് ചേർന്ന് വരുമ്പോഴാണ്. നമുക്ക് അവിടെ ഉപയോഗിച്ചൊരു എക്സാമ്പിൾ നോക്കിയാലോ. ദ ബുക്ക് ഈസ് ഓവർ there. ദ ബുക്ക് ഈസ് ഓവർ there. ബുക്ക് അവിടെയാണ്. ദ ബുക്ക് ഈസ് ഓവർ there. വേഴ്സ് മൈ ബുക്ക്? ദ ബുക്ക് ഈസ് ഓവർ there. കണ്ടോ, ഒരാൾ എൻ്റെ ബുക്ക് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റും. ദ ബുക്ക് ഈസ് ഓവർ there. ഓക്കെ, ഇനി അവൻ അവിടെ നിൽക്കുകയായിരുന്നു, നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? He was standing there. He was standing there. അവൻ അവിടെ നിൽക്കുകയായിരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ there എന്ന് വെച്ചാൽ അവിടെ എന്നാണ് അർത്ഥം. അത് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഓൾറൈറ്റ്, ഇനി നമുക്ക് രണ്ടാമത്തെ വാക്കിലേക്ക് പോവാം. THEIR, there. ആണോ, രണ്ടും കേൾക്കാൻ ഏകദേശം ഒരുപോലെയാണ്, എന്നാൽ ഇതിൻ്റെ അർത്ഥത്തിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ there എന്ന് വെച്ചാൽ അവരുടെ എന്നാണ് അർത്ഥം. എന്താണ്? അവരുടെ. there, അവരുടെ. നമുക്ക് ഇതൊരു സെന്റൻസിൽ ഉപയോഗിച്ച് നോക്കാം. അവരുടെ കാറ് പുറത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? their car is parked outside. their car is parked outside. കണ്ടോ, അവരുടെ കാറ് പുറത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഓൾറൈറ്റ്, അവരുടെ കാറ് അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? അപ്പോൾ നമ്മൾ പഠിച്ച 2 കാര്യങ്ങളും കൂടെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് വെക്കുകയാണ് കേട്ടോ. their car is parked over there. കണ്ടോ, അവരുടെ കാറ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. there എന്ന് വെച്ചാൽ അവരുടെ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് മൂന്നാമത്തെ വാക്കിലേക്ക് പോവാം. they are. ഇത് they are എന്നുള്ളതിൻ്റെ ഒരു കോൺട്രാക്ഷനാണ്. ഈ കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഒക്കെ സംസാരിക്കുമ്പം പല കാര്യങ്ങളും 2 വാക്കുകൾ ചേർത്ത് വെക്കും, പെട്ടെന്ന് ഷോർട്ടാക്കി പറയും. ഇതിനെ നമ്മൾ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. ദേ ആർ എന്നുള്ളതിന് പകരം ദേ ആർ മൈ ഫ്രണ്ട്സ്. കണ്ടോ, ദേ ആർ എന്നുള്ളതിന് പകരം എങ്ങനെ പറയും? ദേ മൈ ഫ്രണ്ട്സ്. അതാണ് നമ്മൾ ഈ കോൺവെർസേഷണൽ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത്. നോർമലി ആളുകൾ, നേറ്റീവ് സ്പീക്കേഴ്സ് അല്ലെങ്കിൽ നല്ല ഫ്ലുവൻസി ഉള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ഇൻഫോർമൽ സിറ്റുവേഷൻസിലൊക്കെ ഇങ്ങനെയാണ് അവർ ഉപയോഗിക്കാറുള്ളത്. സോ they are my friends. they are my friends. നമുക്കൊരു ഉദാഹരണം കൂടെ നോക്കാം. they're going to the park. they are, കണ്ടോ, they're going to the park. അവർ പാർക്കിലേക്ക് പോവുകയാണ്. they're going to the park. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ കണ്ടല്ലോ 3 വാക്കുകൾ. there എന്ന് വെച്ചാൽ അവിടെ, there എന്ന് വെച്ചാൽ അവരുടെ, they are എന്ന് വെച്ചാൽ അവർ. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി സംസാരിച്ച് തുടങ്ങുമ്പോൾ ഈ 3 വാക്കുകളിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഏറ്റവും അടിപൊളിയായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റണം. നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. 3 വാക്കുകൾ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ സെറ്റിലേക്ക് പോവാണ് കേട്ടോ. രണ്ടാമത്തെ സെറ്റിൽ നമുക്ക് 2 വാക്കുകളാണുള്ളത്. ഓക്കെ, നമുക്ക് 2 വാക്കുകൾ നോക്കാം. ഒന്ന് യുവർ, 2 യു ആർ. ഓക്കെ, യുവർ ആൻഡ് യു ആർ. ക്ലിയർ ആയല്ലോ?
രണ്ടും തമ്മിൽ കേൾക്കുമ്പോൾ ഒരുപോലെ ഉണ്ടെങ്കിലും ഇത് എഴുതിയിരിക്കുന്ന രീതിയിൽ തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് പോവാം. നമുക്ക് ഒന്നാമത്തെ വാക്കെടുക്കാം, യുവർ. യുവർ എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ. കണ്ടോ, നിങ്ങളുടെ. അപ്പോൾ നിങ്ങളുടെ എന്ന് വെച്ചാൽ അത് ഓണർഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. നമ്മളൊരു സെക്കൻഡ് പേഴ്സണോട് പറയുവാണ് നിങ്ങളുടെയാണ്, അതായത് ഇത് നിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ് എന്ന് സൂചിപ്പിക്കാനൊക്കെ. ഓണർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അത് ഉപയോഗിക്കുന്നു, യുവർ. നമുക്കൊരു ഉദാഹരണം നോക്കിയാലോ. ഒരു ചോദ്യമാണ് നമ്മൾ കാണുന്നത്, ഈസ് ദിസ് യുവർ ബാഗ്? ഈസ് ദിസ് യുവർ ബാഗ്? ഇത് നിന്റെ ബാഗ് ആണോ? ഈസ് ദിസ് യുവർ ബാഗ്? ഇനി നമ്മൾ രണ്ടാമതൊരു സെന്റൻസിലേക്ക് പോവാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ദിസ് ഈസ് യുവർ ഫ്രണ്ട്. മറ്റേ നമ്മൾ ചോദിച്ചത് ഈസ് ദിസ് യുവർ ബാഗ്? ഇത് നിന്റെ ബാഗാണോ? ഇവിടെ നമ്മൾ പറയുന്നു ദിസ് ഈസ് യുവർ ഫ്രണ്ട്. ഇത് നിന്റെ സുഹൃത്താണ്. വലിയ സെൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു സെന്റൻസ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ദിസ് ഈസ് യുവർ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഇത് നിന്റെ സുഹൃത്താണ്. സുഹൃത്താണോ എന്നല്ല, ഇത് നിന്റെ സുഹൃത്താണ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ വാക്കിലേക്ക് പോവാം, യു ആർ. ഓക്കെ, യു ആർ. ക്ലിയർ ആണല്ലോ, യു ആർ. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് യു ആർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ കോൺട്രാക്ഷൻ. ഈ കോൺട്രാക്ഷൻസിനെ കുറിച്ച് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ചെയ്യാം കേട്ടോ. ഇഷ്ടംപോലെ കോൺട്രാക്ഷൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ. നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നമുക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് യു ആർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം യു ആർ. നമുക്കൊരു ഉദാഹരണം നോക്കിയാലോ. യു ആർ വെരി ടാലൻറ്റഡ്. യു ആർ വെരി ടാലൻറ്റഡ്. അത് നമ്മൾ ഒരു കോൺവെർസേഷണൽ ലാംഗ്വേജിൽ എങ്ങനെ പറയും? യു വെരി ടാലൻറ്റഡ്. യു ആർ. കണ്ടോ, യു വെരി ടാലൻറ്റഡ്. ഓക്കെ, യു മൈ ബെസ്റ്റ് ഫ്രണ്ട്. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള എങ്ങനെ പറയും? യു മൈ ബെസ്റ്റ് ഫ്രണ്ട്. യു മൈ ബെസ്റ്റ് ഫ്രണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം രണ്ട് വാക്കുകൾ നമ്മൾ കണ്ടു. ഒന്ന് യുവർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓണർഷിപ്പാണ്. രണ്ട് യു ആർ, നിങ്ങൾ എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് നമ്മൾ കേട്ടത്, യു ആർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങളുടെ, നിങ്ങൾ, ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചത് രണ്ടാമത്തെ സെറ്റിൽ. അപ്പം നമ്മൾ അങ്ങനെ 5 വാക്കുകൾ പഠിച്ചിരിക്കുകയാണ്, സിമിലർ ആയിട്ടുള്ള എന്നാൽ ഡിഫറൻസസ് ഉള്ള വാക്കുകൾ. അപ്പം ഇനി നമ്മൾ മൂന്നാമത്തെ സെറ്റിലേക്ക് പോവാണ്. മൂന്നാമത്തെ സെറ്റിലും നമുക്ക് 2 വാക്കുകളാണുള്ളത്. ഒന്ന് ഇറ്റ്സ്, നെക്സ്റ്റ് വൺ ഇറ്റ്സ്. ക്ലിയർ ആയല്ലോ? ഇറ്റ്സ് ആൻഡ് ഇറ്റ്സ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പം നമുക്ക് ഒന്നാമത്തെ വാക്ക് കാണാം, ഇറ്റ്സ്. ഇറ്റ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ എന്നാണ് അർത്ഥം കേട്ടോ. അതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ എന്നൊക്കെ പറയാം. ഇവിടുത്തെ പ്രത്യേകത ഇതൊരു നോൺ ഹ്യൂമൺ ആയിരിക്കും, അതായത് ജീവനുള്ളതായിരിക്കാം അല്ലെങ്കിൽ ജീവനില്ലാത്തതായിരിക്കാം, എന്നാൽ മനുഷ്യനല്ല. മനുഷ്യനാണെങ്കിൽ നമ്മൾ ഹി അല്ലെങ്കിൽ ഷീ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അതിൻ്റെ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഒരു നായ അല്ലേ, ഒരു ഡോഗ്. ഒരു നായ അതിൻ്റെ വാലാട്ടി എന്നെങ്ങനെ പറയുക? ദ ഡോഗ് വാഗ്ഡ് ഇറ്റ്സ് ടെയിൽ. കണ്ടോ, വാലാട്ടുക എന്ന് പറയുന്നത് വാഗ് എന്നാണ് പറയുന്നത് കേട്ടോ. ദ ഡോഗ് വാഗ്ഡ് ഇറ്റ്സ് ടെയിൽ. പട്ടി അല്ലെങ്കിൽ നായ അതിൻ്റെ വാലാട്ടി. ഓക്കെ, ദ ഡോഗ് വാഗ്ഡ് ഇറ്റ്സ് ടെയിൽ. അപ്പോൾ ഹ്യൂമൻ ബീങ് അല്ല, മനസ്സിലാക്കിക്കോളൂ, അനിമലാണ്. അതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ എന്നൊക്കെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എന്ന് പറയുന്ന പദം കൊണ്ട്. രണ്ടാമത്തെ കാര്യം ഇറ്റ് ഈസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് നമ്മൾ ഇറ്റ്സ് എന്ന് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു അപ്പസ്ട്രോഫി നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഏറ്റവും പോപ്പുലർ ആയിട്ടൊക്കെ ആളുകൾ പറയുന്നതാണ്, പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. കണ്ടോ, ഇറ്റ് ഈസ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് ഇറ്റ്സ്. വീണ്ടും ഇതൊരു കോൺട്രാക്ഷനാണ്, മറന്നുപോയത്. നമ്മൾ 1-2 കോൺട്രാക്ഷൻസ് കേട്ടു. സോ ഇതും കോൺട്രാക്ഷനാണ്. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. ഓക്കെ, ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഇറ്റ്സിൻ്റെ 2 തരത്തിലുള്ള യൂസേജുകൾ ഇവിടെ കണ്ടു. രണ്ടും ഡിഫറെൻ്റ് ആണ്. നമുക്ക് 2 അർത്ഥങ്ങളാണ്, കേൾക്കുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നെങ്കിലും ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഇനി നമ്മൾ ലാസ്റ്റ് സെറ്റ് ഓഫ് വാക്കുകളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ സോഫാർ 7 വാക്കുകളാണ് കണ്ടത്. ഇനി നമുക്ക് 3 വാക്കുകളുണ്ട് കേട്ടോ. ദ ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് 3 വാക്കുകളാണുള്ളത്. ഒന്ന് TO, ടു. 2 TOO, 2. 3 TWO, 2. കണ്ടല്ലോ, 2, 2 and 2. കേൾക്കുമ്പോൾ ഒരുപോലല്ലേ? ഇത് എഴുതി കാണിച്ചില്ലെങ്കിൽ പലർക്കും കൺഫ്യൂഷൻ ആവാം. എന്നാൽ ഇതിൻ്റെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ നോക്കിയാലോ. ഒന്ന് ടു എന്ന് വെച്ചാൽ നമ്മളൊരു ഡയറക്ഷനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പൊസിഷനാണ്. ടു, എങ്ങോട്ടെങ്കിലും പോകുന്നു അല്ലേ. ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ്. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. കേട്ടോ, ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ്. ഐ എം ഗോയിങ് ടു എങ്ങോട്ടെങ്കിലും, ടു ദ സ്കൂൾ, ടു ദ ചേർച്ച്, അല്ല നമ്മൾ പല രീതിയിലും പറയാറുണ്ട്. ടു എന്ന് വെച്ചാൽ ഒരു ഡയറക്ഷനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇതൊരു പ്രിപ്പൊസിഷനാണ്. നമുക്കൊരു ഉദാഹരണം കൂടെ നോക്കിയാലോ. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്. നമുക്ക് പാർക്കിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് ഒന്നാമത്തെ വാക്ക് ടു. ഇനി രണ്ടാമത്തേത് ടു, അതായത് TOO, ടു. ഓൾറൈറ്റ്, ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം.
രണ്ട് രീതിയിലാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഒന്ന്, ഞാനും കൂടെ, ഓൾസോ എന്ന് പറഞ്ഞൊരു അർത്ഥം വരാറുണ്ട്. രണ്ട്, നമ്മൾ പറഞ്ഞില്ല ഒരു എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷൻ, ഒരു എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻ, ഇതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കാനായിട്ട് ടു ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, ഒരാൾ പറയാണ് ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ്. മറ്റേ ഒരാൾ പറയുന്നു ഐ വാണ്ട് ടു കം ടു, എനിക്കും വരണം. കണ്ടോ, ടു എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് യു ടു, താങ്കളും എന്നൊക്കെ നമ്മൾ ആഡ് ചെയ്യാറില്ലേ. ഓൾസോ എന്നാണ് ഇതിൻ്റെ അർത്ഥം, ടു. എന്നാൽ എക്സ്ട്രീം കണ്ടീഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ്സ് ടു ഹോട്ട് അല്ലെ. പലരും പറയും ഭയങ്കര ചൂടാണ്, ഇറ്റ്സ് ടു ഹാർഡ്. ഓക്കെ, ഇറ്റ്സ് ടു ഹോട്ട് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അതായത് ഭയങ്കര ചൂടാണ്, ഭയങ്കര തണുപ്പാണ്, അല്ലെ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ്, അല്ലെ എക്സ്ട്രീം സിറ്റുവേഷൻസ്, ഇറ്റ്സ് ടു ഗുഡ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എക്സ്ട്രീംസിനെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഈ ടു എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടു നമുക്ക് മനസ്സിലായി, ഒരു ഡയറക്ഷൻ. രണ്ടാമത്തെ ടു എന്താണ്? എക്സ്ട്രീം സിറ്റുവേഷൻസ്. മൂന്നാമത്തെ ടു എന്താണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ അല്ലേ. രണ്ട് എന്ന് പറയുന്ന ഒരു നമ്പറാണ് ടു എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഗോട്ട് ടു ഫ്രണ്ട്സ്, എനിക്ക് രണ്ട് സുഹൃത്തുക്കളുണ്ട്. അല്ലെങ്കിൽ ദർ ആർ ടു കാർസ് ഇൻ മൈ ഹൗസ്, എൻ്റെ വീട്ടിൽ രണ്ട് കാറുകളുണ്ട്. ഇങ്ങനെ എന്തും നമുക്ക് അക്രമങ്ങളെ സൂചിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ രണ്ട് എന്ന് പറയുന്ന പദത്തെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് ടു ഉപയോഗിക്കാം. സോ നമ്മൾ ഇന്ന് കണ്ടത് 10 വാക്കുകളാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള നിരന്തരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 10 വാക്കുകളാണ്. എന്നാൽ തുടക്കക്കാർക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള വാക്കുകളുമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാം. ഇനി ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഡിക്ഷണറി ഡിപ്പെൻഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ യൂസേജ് എഴുതി വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനിൽ അത് ഉപയോഗിച്ച് തുടങ്ങാം. ആൻഡ് ഇൻ ദ മീൻ ടൈം, ഇഫ് യു വിഷ് ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പേഴ്സണൽ ട്രെയിനർ, നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ആക്സെൻറ്റെ കോൺടാക്ട് ചെയ്യാം വിത്ത് ദ നമ്പർ ഗിവൺ ബിലോ. ഇത് നിങ്ങൾക്ക് വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കോഴ്സ് അഡ്വൈസേഴ്സ്, നമ്മുടെ പല കോഴ്സസിനെ കുറിച്ച് നമുക്ക് ലൈവായിട്ട് ഓൺലൈൻ 1-on-1 ഉണ്ട്, ഗ്രൂപ്പ് സെഷൻസ് ഉണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. കീപ് ലേണിംഗ് ഇംഗ്ലീഷ്, കീപ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈച്ച് അതർ ഇൻ ഇംഗ്ലീഷ്. I'll see you with another video very soon. Have a good day.